ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 28ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ആരിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ എന്താ പറയുക, താത്തയും മക്കളൊക്കെ ഇന്നലെ ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. എന്താ പറയുക, ആദ്യം തീരുമാനിച്ച് അങ്ങനെ വന്നതല്ല, പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ് കേട്ടോ. ഞാൻ അളയാക്കാനെ പോയിട്ട്, അതായത് താത്താൻ്റെ ഹസ്ബൻഡിനെ പോയിട്ട് ഇങ്ങനെ സോപ്പിട്ട് അങ്ങനെ നിർത്തിയതാണ്. അളയാക്ക് റൂമിൽ പോയി കിടന്നെങ്കിലും താത്തയും മക്കൾ എല്ലാം അവിടെ ലിവിങ് റൂമിലായിരുന്നു കേട്ടോ കിടന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളും അവിടെയായിരുന്നു കിടന്നുണ്ടായിരുന്നത്. എല്ലാവരും താഴെയും സോഫമേലൊക്കെ ആയിട്ട് എല്ലാവരും ആ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പതുക്കെ എണീച്ച് വന്നു. ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അധികം ഉണ്ടാക്കേണ്ടി വന്നില്ല. പൂരി ഉണ്ടാക്കി, അതിലേക്കുള്ള കറിയും പൊരിച്ചതൊക്കെ തലേന്നത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉച്ചക്കും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്നലത്തെ കുറേ ബിരിയാണി അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ കൊടുക്കാത്ത കുറച്ച് ഗിഫ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങനെ ഗിഫ്റ്റ് പറയാൻ പറ്റില്ല, അങ്ങനെ എന്താ പറയുക, നറോട്ടോ ആണ് അവന് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ്, കാർഡ്സ്, പിന്നെ ഒരു കീ ചെയിൻ, അതൊക്കെ സുജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇന്ന് അതൊക്കെ കൊടുത്തിട്ടോ. ഇതാണ് പുതിയ അവൻ്റെ കൈ ചെയിൻ കേട്ടോ, ബ്രേസ്ലെറ്റ്. പിന്നെ അവൻ്റെ ടോയ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ബാറ്ററി വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വേർപ്പിച്ചിട്ട് അവസാനം ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് ബാറ്ററി ഒക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അതവൻ അവിടെ ഇരുന്നിട്ട് എല്ലാ ടോയ്സിലേക്കും ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയായിരുന്നു ഇന്നത്തെ ദിവസം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ കുറച്ച് എന്താ പറയുക, ബാക്കിയുള്ള ചിക്കനും ബീഫ് താത്ത കഴിച്ചില്ല, ഞാനതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൂരി ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കേക്ക് അടിപൊളിയാണ്, എല്ലാവരും കട്ട് ചെയ്ത്, മക്കളൊക്കെ കട്ട് ചെയ്ത് കഴിക്കണം. ഇന്നലെ അവന് ഗിഫ്റ്റ് കിട്ടിയൊരു കേക്കാണ്. അപ്പോൾ മക്കളൊക്കെ അത് കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ ഞാനും കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ സംസാരിച്ച് മരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ കഥയും പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം താത്തയൊന്നും കഴിച്ചില്ല, ഞാൻ ഫിഷ് അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരമൊക്കെ അതും ഇതൊക്കെ ഇന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഡയറ്റൊക്കെ പോക്കാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ഈവനിങ് ഒക്കെ ആയപ്പോൾ പോവാണ് കേട്ടോ. രാവിലെ ഇറങ്ങുമെന്ന് പറഞ്ഞ ആൾക്കാരാട്ടോ. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്ത് അവസാനം ഈവനിങ് ആയി അവർ ഇറങ്ങണത്. അപ്പോൾ അളയൊക്കെ ഇങ്ങനെ പറയുന്നു, കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ, എന്തിനാണ് ഈ വൈകുന്നേരം ആക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെയും അളയാക്കാനെ ഹോൾഡ് ചെയ്ത് വൈകുന്നേരം ആക്കി വിട്ടു. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങുകയാണ്. എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടായ ഒരു നിൽക്കലാണെന്നുണ്ടെങ്കിലും നമ്മൾ നിന്ന് പോകുമ്പോൾ ഒരു ഇടങ്ങേറാണല്ലേ. ഇപ്പോൾ അമ്മയാണെങ്കിലും ഓളാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസം ഒന്നും വേണ്ട, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നിന്ന് പോകുമ്പം എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവരൊക്കെ പോയി. പിന്നെ സുജിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പനി പോലെ വരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ നല്ല പനിയായിരുന്നു. അതുകൊണ്ട് സുജി പുറത്ത് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുജിക്ക് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ചായ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. തീരെ വയ്യ. പെട്ടെന്ന് ഇന്നലെ ഫ്രണ്ട്സൊക്കെ പോകുന്നതിന് മുന്നേ പനി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡോളോ കുടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ഒന്നും കഴിക്കുന്നുമില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ എൻ്റെ പനി എങ്ങാനും കിട്ടിപ്പോയതായിരിക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനിക്കുമല്ലോ. ഇനിയിപ്പോൾ സുജിൻ്റെ മാറുമ്പോൾ എനിക്ക് വീണ്ടും വരുമോ അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ സുജി വേറെ എന്തോ സിനിമ, എന്താണ് മിസ്റ്റർ കാതലിനോ നസ്ലിൻ്റെ പടം ഉണ്ടല്ലോ, അത് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇത് മധുരടാത്ത ചായയാണ് കേട്ടോ. ഞാൻ കുടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് മധുരടാത്ത ചായ. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച മൊത്തം സാധനങ്ങളൊന്നും അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ തരത്തിൽ ഞാൻ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അങ്ങനെ വയക്ക് ഇങ്ങനെ ഓരോന്ന് ഇടൂലേ, ആ രീതിയിലായിരുന്നു ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ അങ്ങനെ അങ്ങോട്ട് പോകട്ടെ, നാളെ നമുക്ക് സ്ട്രിക്റ്റ് ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ കരിക്ക് കണ്ടോ, അത് സുജിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് എന്താ പറയുക, ഡീഹൈഡ്രേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് സുജി ഇങ്ങനെ കരിക്ക് വാങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് കുടിക്കുകയായിരുന്നു കേട്ടോ. ഒന്ന് മൊത്തം സുജി അങ്ങനെയാണ് നടക്കുന്നുണ്ടായിരുന്നത്.
പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഫുള്ള് അടുക്കള ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഡിഷ് വാഷറിലേക്ക് അങ്ങോട്ട് സെറ്റാക്കാൻ വിചാരിച്ചു. ആദ്യമൊക്കെ ഈ ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം നമ്മളൊക്കെ അതിലേക്ക് വെക്കണം, പിന്നെ അതിന് എടുക്കണം. പിന്നെ ഞാൻ ചിന്തിച്ചു അതിലേക്ക് വെക്കാൻ ഒരു 4-5 മിനിറ്റ് മതി. നമ്മൾ ഈ പാത്രം മൊത്തം കഴുകുകയാണെങ്കിലോ ഒരു 10-20 മിനിറ്റ് എന്തായാലും എടുക്കും നല്ല വൃത്തിയായി കഴുകാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈകൊണ്ട് കഴുകുന്നതിനേക്കാളും വൃത്തിയായിട്ട് ഇതിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിലെന്താ വെച്ചൂടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് എല്ലാം ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ മക്കൾ ഓരോന്ന് വന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതെടുക്കട്ടെ, ആ ടോയ്സ് എടുക്കട്ടെ, ഈ ടോയ്സ് എടുക്കട്ടെ എന്നൊക്കെ വന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാനിങ്ങനെ പറയുന്നുണ്ട് മൊത്തത്തിൽ വലിച്ചു വാരിയിടണ്ട. ഇപ്പം തന്നെ മക്കളെ റൂമൊക്കെ ഫുൾ അലമ്പായി കിടക്കാൻ കേട്ടോ. എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു നേരം കിട്ടിയിട്ടില്ല. അവരെ ഫുള്ള് ഡ്രസ്സുകളൊക്കെ വലിച്ച് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട്. അവരെ പുതിയ ടോയ്സ് ഇഷ്ടം പോലെ ടോയ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്താ പറയുക, ഈ ഒരു വർഷം ഇനി അങ്ങോട്ടേക്ക് കളിക്കാനുള്ള എല്ലാ ടോയ്സും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് എവിടേക്ക് വെക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അതുവരെ ഇനി അതൊന്നും അടുക്കി പെറുക്കണ വരെ ഞാൻ റൂമിൻ്റെ ഒരു അവസ്ഥ ഇനി പറയേണ്ടി വരില്ല. അത്ര അലമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് അതെടുക്കണ്ട ഇതെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇനി കിടക്കാനായില്ലേ, ഇനി അതെല്ലാം വലിച്ചിടണ്ട, നാളെ സ്കൂളില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇന്ന് സൺഡേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ പിറ്റേന്ന് സ്കൂളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാണ്. അപ്പോൾ ഒരു സാധനം കൂടി എടുത്തിട്ട് ഞാൻ പോയി കിടക്കാം, ഒക്കെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആക്കിയപ്പോൾ എന്നാൽ ഓക്കെ അങ്ങനെ പറഞ്ഞ് വിട്ടതാണ് കേട്ടോ. അപ്പോൾ കുറേ അത്യാവശ്യം പാത്രങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഞാൻ എന്താ പറയുക കൈകൊണ്ടും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള പാത്രങ്ങൾ അതിൽ അങ്ങനെ ഡൗട്ടുള്ള പാത്രങ്ങൾ പിന്നെ ഞാൻ അതിൽ വെക്കൂല. കാരണം ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കൈകൊണ്ട് കഴുകി വെക്കും. പിന്നെ ഇതൊരു ഫുഡ് വേസ്റ്റിനായിട്ട് ഞാനൊരു പാത്രം വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അധികം ഞാനത് യൂസ് ചെയ്യല്ല. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വീട്ടിലുണ്ടാകുമ്പോൾ അതവിടെ വെക്കും. കാരണം എല്ലാവർക്കും ഇത് വേസ്റ്റ് ഇനി എവിടെ ഇടുക എന്നുള്ള അങ്ങനെ ഡൗട്ട് വരണ്ട വെച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അത് കഴുകാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് നല്ല വൃത്തിയിലൊന്ന് കഴുകി വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ അതവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗത്തേക്ക് പിന്നെ വരാൻ കഴിയില്ല, അത്രയും സ്മെല്ലെടുക്കും. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഇങ്ങോട്ട് കഴുകി വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മേല് ഫുള്ള് അതിൻ്റെതാവും കേട്ടോ. അവൻ്റെ മേല് ഫുള്ള് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിക്കാണ്ട് എന്തായാലും കിടന്നുറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിലും കുളിക്കണം. ഞാൻ രാവിലെ കുളിച്ചതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി കുളിക്കണം എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്ത് ചെയ്താലും എൻ്റെ മേലിലാവും, ഇത് എത്ര ശ്രദ്ധിച്ചാലാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പരിപാടി ആൾക്കാർ വരാനില്ലാത്തൊരു നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ ഇതാണ് കേട്ടോ മോൻ്റെ പുതിയ ബ്രേസ്ലെറ്റ്. അപ്പോൾ നാളെ സ്കൂൾ തുടങ്ങാതെ സ്കൂളിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ്റെ മോതിരവും ബ്രേസ്ലെറ്റും ഒക്കെ ഞാനാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ. എനിക്ക് അവരുടെ മോതിരവും ബ്രേസ്ലെറ്റും എല്ലാം പാകമാണ് കേട്ടോ. കാണുമ്പോൾ എൻ്റെ കൈയല്ലേ വലുത്, പക്ഷെ അവരുടെ അതാണ് കേട്ടോ വലുത്. ഇത് ആദ്യം കാണിച്ചത് വലിയ മോൻ്റെ മോതിരം, ഇത് ചെറിയ മോൻ്റെ മോതിരമാണ് കേട്ടോ. 2 ബ്രേസ്ലെറ്റും ഞാൻ കൈമിലിട്ട് നടക്കുക. എന്തിപ്പോൾ ഒന്നേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ 2 ബ്രേസ്ലെറ്റും കൈമിട്ടിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഇനി അവിടെയും ഇവിടെയും വെക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ പ്രോപ്പറായിട്ട് അഴിച്ചു വെച്ചു. മൂത്ത ആളെ ബ്രേസ്ലെറ്റ് അല്ല മോതിരം ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ഇനി അത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കൊടുക്കണം. പിന്നെ ചെറിയ ആളെ ബ്രേസ്ലെറ്റ് കറക്റ്റ് അളവാണ്. അപ്പോൾ അതിൽ ഇനി ഒരു 2-3 കണ്ണിയും കൂടി ഇട്ടാൽ കുറച്ചധികം നാൾ യൂസ് ചെയ്യാമെന്നും വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്ഡേഷൻ. അപ്പോൾ നാളെ മുതൽ ഡയറ്റ് സ്ട്രിക്റ്റ് ആക്കണം. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ